സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഔസിൽ വദല്ലി മിസ്ല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അലീം. ഹാദിഹി ഹദിയത്തുൻ വാസില വറഹ്മത്തുൻ നാസില വബറകത്തുൻ ശാമില. അവ്വലൻ മിന്നാ ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറാത്തി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാ والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل القرآن العظيم ربيع قلوبنا يا أرحم الراحمين. اللهم اجعل القرآن العظيم لنا ولهم في القبر مونسا وفي القيامة شفيعا وعلى الصراط جوازا وفي الجنة رفيقا ومن النار سترا وحجابا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൻ നാസിയാത്ത് അവസാന ഭാഗം 40 മുതലാണ് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها. إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا
إلا عشية أو ضحاها صدق الله العلي العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മിൽ നിന്ന് അമൂല്യമായ സൽപ്രവർത്തനമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മാതാപിതാക്കളിലും ഭാര്യ സന്താനങ്ങളിലും ഒക്കെ ഉള്ള എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിനായി പരിപൂർണ ഈമാനിനായി മരിക്കുവാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ നാസിയാത്തിലെ അവസാന ഭാഗമാണ്. 46 വചനങ്ങളുള്ള ഈ സൂറത്തിലെ 40 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه. ഏതൊരുത്തൻ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുവോ, വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയിൽ നിന്ന് തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗമാണ് അവന്റെ സങ്കേതം. 2 ഡിമാൻഡുകളാണ് അല്ലാഹു വച്ചത്. അഭയകേന്ദ്രം സ്വർഗം ലഭിക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ സ്ഥാനത്തെ, അതായത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ആ വിഷയത്തിൽ വല്ലാതെ പേടി, വല്ലാത്ത ഭയം. അതോടുകൂടെ ദേഹേച്ഛയിൽ നിന്ന് തന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ നല്ലോണം ഭയന്നു, ദേഹേച്ഛയിൽ നിന്ന് തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗം സങ്കേതമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നാസിയാത്ത് സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്ന ഈ വിഷയം ഒന്നുകൂടി വിശാലമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. ഇവിടെ പറഞ്ഞത് അവർക്ക് സ്വർഗം അഭയകേന്ദ്രമാണ്. റഹ്മാൻ സൂറത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്നവർക്ക് അവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാരണമാണ് റഹ്മാൻ സൂറത്തിലെ ആ വചനം അവതരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ഭൃത്യൻ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചു. പിന്നീടാണ് അത് ഹറാമ് കലർന്ന ഭക്ഷണമാണ് എന്ന് ബോധ്യപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു.
നാളെ പരലോകത്ത് അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതിനെപ്പറ്റി മഹാനവറുകൾ വല്ലാതെ ഭയപ്പെട്ടു. അതോടുകൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു വിരല് വായിലേക്കിട്ടിട്ട് ആ തിന്നത് ഛർദ്ദിച്ചു കളഞ്ഞു. അറിയാതെ തിന്നതാണ്, കുടിച്ചതാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാന്റെ ചോദ്യം വരും, തിന്നുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണ്ടേ, ഇത് ഹറാമാണോ ഹലാലാണോ? അതുകൊണ്ട് അത്തരം ഒരു പ്രശ്നം വരാതിരിക്കാൻ അറിയാതെ അകത്തു പോയത് അദ്ദേഹം തന്റെ വിരല് വായയിലേക്കിട്ടിട്ട് ആ ഹറാമ് ഛർദ്ദിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മത കാരണം അല്ലാഹു തആല ആയത്തിറക്കി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നവർ റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ, ആ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. 1,24,000 വരുന്ന അംബിയ മുർസലുകൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ സ്ഥാനം കിട്ടാനുള്ള കാരണം ഇതാണ്, അദ്ദേഹത്തിന്റെ ആ സൂക്ഷ്മത. അള്ളാഹുവിന്റെ അരികെ ഹാജരാക്കപ്പെടുന്നതിനെ പേടിച്ചു. അപ്പൊ ഓരോ നിമിഷങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അതീവ സൂക്ഷ്മതയോടുകൂടിയാണ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അള്ളാഹു ഒരുപാട് കഴിവ് കൊടുത്തു. ആളെ മുഖത്ത് നോക്കിയിട്ട് കൃത്യമായി അഭിപ്രായം പറയും. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അരികെ വന്ന ഒരാള് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ മൂത്രമൊഴിക്കുന്നത് സ്വപ്നം കണ്ടു, പക്ഷേ മൂത്രമൊഴിക്കുന്നത് മുഴുവനും രക്തമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അദ്ദേഹത്തിനോട് തിരിച്ചടിച്ചു, ആർത്തവവേളയിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടിരുന്നു അല്ലേ? അദ്ദേഹം ഉടനെ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തിയെന്ന്. എന്തുകൊണ്ട് സ്വപ്നത്തിന് അത്തരത്തിലുള്ള വ്യാഖ്യാനം കൃത്യമായിട്ട് നൽകാൻ സാധിച്ചു? അള്ളാഹുവോട് അടുത്തതാണ് അള്ളാഹു കൊടുത്ത കഴിവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, കണ്ണുകൊണ്ട് വ്യഭിചാരം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? അതോടുകൂടെ അദ്ദേഹം തല താഴ്ത്തി നിന്നു. പോരുന്ന വഴിയിൽ അദ്ദേഹം ഒരു പെണ്ണിനെ നോക്കിയിരുന്നു, അത്രേ, ഒരു അന്യ സ്ത്രീയെ നോക്കിയിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ ഇത് പറഞ്ഞു? അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അവരുടെ നാവും അതുപോലെ അവരുടെ കണ്ണും അവരുടെ കാതുമൊക്കെ അള്ളാഹു ആകും എന്ന് പറഞ്ഞ ഇതാണ്. ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. വറഹ് കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ഭയപ്പെട്ടതുകൊണ്ട് മഹാവിപ്ലവം സൃഷ്ടിച്ച മഹാനായകന്മാർ. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്ന നാസിയാത്ത് സൂറത്തിൽ പറയുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട ഒരുത്തൻ, വനഹൽ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയിൽ നിന്ന് തന്റെ ശരീരത്തെ തടഞ്ഞു നിർത്തിയവനും തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തിയവനും ആരോ, ഫൈനൽ ജന്നത ഹിയൽ മഅ്വാ, അവന്റെ സങ്കേതം സ്വർഗമാകുന്നു. ആ സ്വർഗം 2 എണ്ണം ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് അല്ലാഹു തആല റഹ്മാൻ സൂറത്തിലൂടെ ആ സൗകര്യങ്ങൾ ഒന്നുകൂടി വിശാലമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ, മനുഷ്യവർഗമേ ജിന്നുവർഗമേ, നിങ്ങൾ 2 കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതിനെയാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളുന്നത്? മനുഷ്യവർഗത്തോടും ജിന്നുവർഗത്തോടും അല്ല ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങൾ രക്ഷിതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? വീണ്ടും അല്ലാഹു പറയുന്നു, ദവാതാ അഫ്നാൻ, പല വകുപ്പുകളുള്ള 2 സ്വർഗത്തോപ്പുകൾ. നോക്കൂ, അള്ളാഹുവിന്റെ സന്നിധിയെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് പല വകുപ്പുകളുള്ള 2 സ്വർഗത്തോപ്പുകളാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ,
ആ രണ്ട് സ്വർഗത്തോപ്പുകളെ പറ്റി വീണ്ടും അല്ലാഹു പറയാൻ, ഫീഹിമാ ഐനാനി തജ്രിയാൻ, അതിൽ ഒഴുകുന്ന രണ്ട് നദികളുണ്ട്. രണ്ടൊന്നുമല്ല പ്രധാനപ്പെട്ടത്, തസ്നീം, സൽസബീൽ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. ആ രണ്ട് സ്വർഗത്തോപ്പിലും എല്ലാ പഴങ്ങളിലും ഇണകളുണ്ട്, ഇണകളുള്ള പഴങ്ങൾ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ മുത്തകിഈന അലാ ഫുറുഷിൻ ബത്വാഇനുഹാ മിൻ ഇസ്തബ്റക് വജനൽ ജന്നതൈനി ദാൻ. അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ പേടിക്കുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കുന്ന രണ്ട് സ്വർഗത്തോപ്പിലെ സൗകര്യം പറയണം. മുത്തകിഈന അലാ ഫുറുഷ്, അവർ വിരുപ്പുകളിൽ ചാരി ഇരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്നവരായിരിക്കും. ബത്വാഇനുഹാ മിൻ ഇസ്തബ്റക്, ആ വിരിപ്പിന്റെ ഉൾഭാഗം തടിച്ച പട്ടായിരിക്കും. വജനൽ ജന്നതൈനി ദാൻ, ആ രണ്ട് സ്വർഗത്തോപ്പുകളിലും പഴങ്ങൾ പറിച്ചെടുക്കാൻ അടുത്താവുന്നതാണ്. പഴങ്ങൾ പറിച്ചെടുക്കാൻ അടുത്താവുന്ന പറഞ്ഞാൽ ഇരിക്കുന്നവന് ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറിച്ചെടുക്കാൻ കഴിയും, നടക്കുന്നവന് നടക്കുന്ന രൂപത്തിൽ, കിടക്കുന്നവന് കിടക്കുന്ന രൂപത്തിൽ ഒക്കെ ഫ്രഷ് പഴങ്ങൾ. മുന്തിരിക്കൊലയിൽ നിന്ന് ഒരു മുന്തിരി എടുത്താൽ തലസ്ഥാനത്ത് വേറൊരു മുന്തിരി വന്നു. ഒരു മുന്തിരി എടുക്കുമ്പോൾ രണ്ടാമതെടുക്കുന്നതും ഇതും അതിന്റെ ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചാൽ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചതാണ്. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നവരാണ് അധിക പേർ. അള്ളാഹു പറയുന്നു, നോക്കും, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ ഫീഹിന്ന ഖാസിറാത്തുത് തർഫ് ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. ആ രണ്ട് സ്വർഗത്തോപ്പുകളിലും ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന, കണ്ണുകളെ നിയന്ത്രിക്കുന്ന തരുണികളുണ്ട്. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ, മനുഷ്യവർഗമോ ജിന്ന് വർഗമോ അവരെ നേരത്തെ സ്പർശിച്ചിട്ടുണ്ടാവില്ല. കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് സ്വർഗത്തിലെ തരുണികൾ, സ്വർഗത്തിലെ സ്ത്രീകൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരെ മാത്രമേ നോക്കൂ, വേറെ ആരെയും നോക്കൂല എന്നുള്ളതാണ്. ദുന്യാവിലും അത്തരം അവസ്ഥയുള്ള വേണ്ടത്. എന്തിനാണ് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണാൻ പാടില്ല എന്നുള്ള നിയമം ഇസ്ലാമിൽ വരാനുള്ള കാരണം എന്താ? അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരാതിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പുരുഷൻ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുകയോ അന്യ സ്ത്രീകളെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ വീട്ടിൽ അവന്റെ പത്നി, അവന്റെ ഭാര്യ, സ്നേഹം മുഴുവനും ആ ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിയും, ഭാര്യയിൽ നിന്ന് തിരിച്ചു. നേരെ മറിച്ചാണെങ്കിൽ ചിലപ്പോ തന്റെ ഭാര്യ പോരാ എന്നുള്ളൊരു തോന്നൽ, തന്റെ ഭർത്താവ് പോരാ എന്നുള്ളൊരു തോന്നൽ ഓരോരുത്തർക്കും വരും. മനഃശാസ്ത്രപരമായ സമീപനമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊന്നും അംഗീകരിക്കാത്ത ആളുകൾക്ക് ഒരു യാന്ത്രികമായ ജീവിതം, പേരിന് ഒരു ഭാര്യയും ഭർത്താവും. സ്വർഗത്തിലെ സ്ത്രീകൾ കണ്ണിനെ നിയന്ത്രിക്കുമെന്ന് പറയുമ്പോൾ ദുന്യാവിലെ സ്ത്രീകൾ എത്ര ശ്രദ്ധിക്കണം. സ്വർഗത്തിൽ കൂടാരണ്ടാവും അത്രേ. ആ കൂടാരത്തിൽ ഇരിക്കുന്ന ഈ സ്വർഗീയ സ്ത്രീകൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരെ അല്ലാതെ ആരെയും നോക്കൂല, ആരെയും നോക്കൂല എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോലും കണ്ണിനെ നിയന്ത്രിക്കപ്പെട്ടു. ഇവിടെ അതൊക്കെ പോയി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വടംവലി മത്സരത്തിൽ പരസ്യമായിട്ടല്ലേ നമ്മുടെ സഹോദരിമാര് വടം വലിക്കുന്നത്, ഓപ്പണായിട്ട്.
മാത്രമല്ല മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പരമാവധി ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ പുറത്ത് കാണിച്ച് നടക്കാൻ മത്സരിക്കാൻ. 16 വയസ്സുള്ള മകളെയും കൊണ്ട് പോകുന്ന പിതാവ് മകൾ ധരിച്ചിരിക്കുന്നത് ജീൻസും ടീഷർട്ടുമാണ്. പരമാവധി ആളുകൾ കാണട്ടെ എന്നാണ് വാപ്പാന്റെ വിചാരം, മോളുടെയും വിചാരം. എന്നാലേ മുതലാവുള്ളൂ അങ്ങാടി കൂടി നടക്കുമ്പോൾ. എല്ലാവരും വിവരറിയും സഹോദര. പിന്നീട് ഖേദിക്കുന്ന അവസ്ഥ ഉണ്ടാവും, വേണ്ടില്ലായിരുന്നു. അറബ് പത്രത്തിൽ വന്നൊരു കഥ ഉണ്ട്. ഒരു വീട്ടിലേക്ക്, ഒരു ക്രൈസ്തവ സഹോദരന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയായി ചെന്ന ഒരു അറബിക്ക് അനുഭവപ്പെട്ട സംഗതി. ചെന്ന് സ്വീകരണ റൂമിൽ ഇരുന്നപ്പോ പർദ്ദ ധരിച്ച് മൂടുപടവ ധരിച്ച ഒരു പെണ്ണ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. ഇയാളാകെ അത്ഭുതപ്പെട്ടു. അയാൾ മനസ്സിൽ വിചാരിച്ചു, ഈ വീട്ടിലെ വേലക്കാരിയാകാം ആ പെണ്ണ്. പർദ്ദ ധരിച്ചിട്ടുള്ളത്, മൂടുപടവ ധരിച്ചിട്ടുണ്ട്, കണ്ണ് മാത്രം കൃത്യമായിട്ട് അത് തന്നെ കാണുന്നില്ല, പൂർണ്ണ ഹിജാബ്. അതേസമയം ചുമരില് ഒരു സ്ത്രീയുടെ ചെറുചെറുക്കുള്ളൊരു പെണ്ണിന്റെ ഫോട്ടോയുണ്ട്, ഏകദേശം ഭാഗമൊക്കെ പുറത്താണ്. ഈ അറബി ആ വീട്ടിലെ തന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഈ വെള്ളം കൊണ്ടുവന്ന് തന്നത്, കുടിക്കാൻ വേണ്ടി നൽകിയത് ആരാണ്? അബി സഹോദരൻ പറഞ്ഞു, ചുമരിൽ തൂങ്ങിയ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, അതെന്റെ പെങ്ങളാണെന്ന്. എന്റെ പെങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ വലിയ സുന്ദരിയായിരുന്നു, കോളേജ് അധ്യാപികയായിരുന്നു. അവള് പരമാവധി ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പുറത്തു കാട്ടി മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലാണ് ആദ്യം പോയിരുന്നത്. അതിൽ ഞങ്ങൾക്ക് പരാതിയില്ലായിരുന്നു. അവളെ കല്യാണം കഴിക്കണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു, പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റിയില്ല, ഞങ്ങളത് ഒഴിവാക്കി. അവസാനം നിരാശ പൂണ്ടവൻ ഇവൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് വടിയിൽ നിന്ന് പെട്ടെന്ന് മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു. ഇപ്പോൾ അവളുടെ മുഖം ആകെ വികൃതമായിട്ടുണ്ട്. കാണാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അവൾ ഹിജാബ് ധരിച്ചിരിക്കുന്നത്. ഈ സഹോദരൻ പറഞ്ഞു അത്ര, ഞാൻ ആദ്യം തന്നെ വേഷവിധാനത്തിൽ അല്പം സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു ഗതി തനിക്ക് വരില്ലായിരുന്നു എന്ന് എന്റെ പെങ്ങൾ ഇപ്പോൾ എപ്പോഴും പറയാറുണ്ട് എന്ന് ഈ സഹോദരൻ, ഈ അമുസ്ലിം സഹോദരൻ ഈ മുസ്ലിം സഹോദരനെ ബോധ്യപ്പെടുത്താൻ. ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളാണ് മനുഷ്യനെ പഴപ്പിക്കുന്നത്, അതിനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റി പറയാൻ. അവരാരാ? ഫീഹിന്ന ഖാസിറാത്തുത് തർഫ് ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മനുഷ്യരോ ജിന്നുവർഗമോ സ്പർശിക്കാത്ത പെണ്ണുങ്ങൾ. മനുഷ്യവർഗമോ ജിന്നുവർഗമോ ആരും ഇതുവരെ തൊടാത്ത, എല്ലാ നിലക്കും നിഷ്കളങ്കരായ ശുദ്ധരായ തരുണികൾ, കണ്ണിനെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ. അവർ മുത്തുകളെപ്പോലെ പവിഴങ്ങളെപ്പോലെ തോന്നുന്നു. ആ പെണ്ണുങ്ങളുടെ വിശേഷണം പറയാം, നല്ല പവിഴങ്ങളെപ്പോലെ മുത്തുകളെപ്പോലെ. فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان. നന്മക്ക്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് നന്മയല്ലാതെ പ്രതിഫലമുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കാം. അവ ദുന്യാവിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ പേടിച്ച് ജീവിച്ചാലും അവർക്ക് നാളെ അല്ലാഹു തആല നൽകുന്നത് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അതിന് അല്ലാഹു തആല റഹ്മാൻ സൂറത്തിലൂടെ 2 സ്വർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്, എന്തിനാണ് ഈ 2 സ്വർഗങ്ങൾ അല്ലാഹു നൽകുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാര് വിശദീകരിക്കുന്നത്, ഒന്ന് ശരിയായ വിശ്വാസം അവന് സ്വീകരിച്ചതിനും രണ്ടാമത്തത് കർമ്മങ്ങൾ ചെയ്തതിനുമാണ്. ഒന്ന് മാനസികമാണ്,
മറ്റൊന്ന് ശാരീരികവും സാമ്പത്തികവും ഒക്കെയാണ്. ശരിയായ വിശ്വാസം, അള്ളാഹു ഏകനാണ്, അവന്റെ മലക്കുകളില്, അവന്റെ ഗ്രന്ഥങ്ങളില്, അവന്റെ പ്രവാചകന്മാരില്, അന്ത്യനാളില്, ഇതിലൊക്കെ ശരിയായ വിശ്വാസം. ആ വിശ്വാസം അവൻ ഉൾക്കൊണ്ട് ജീവിച്ചതിന് ഒരു സ്വർഗം, 2 സ്വർഗത്തിൽ ഒരു സ്വർഗം അതിനാണ്. രണ്ടാമത്തത് ആ വിശ്വാസത്തിനനുസരിച്ച് അമലുകൾ ചെയ്തതിന്. ഒരു വിശ്വാസിയിൽ നിന്ന് നല്ല അമലുകൾ മാത്രമേ വരൂ. ആ അമലുകൾ ചെയ്തതിനാണ് 2ാമത്തെ സ്വർഗം. എന്നാൽ മഹാന്മാര് പറയുന്നുണ്ട്, ഒരു സ്വർഗം എന്നത് അവൻ അള്ളാഹുവിനിക്ക് വഴിപ്പെട്ട് ജീവിച്ചതിന്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. 2ാമത്തെ സ്വർഗം വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിന്നു. കള്ള് പാടില്ല എന്ന് പറഞ്ഞപ്പോ അവൻ കള്ള് കുടിച്ചില്ല. ശരീരത്തിന് ആനന്ദം കള്ള് കുടിക്കണം, റബ്ബിനെ പേടിച്ച് അവൻ ഒഴിവാക്കി. അവൻ വ്യഭിചരിച്ചില്ല, വ്യഭിചാരം ചെയ്തില്ല, അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല, അവൻ അവിഹിതമായി സമ്പത്ത് ഉണ്ടാക്കിയില്ല. അള്ളാഹ് എന്തൊക്കെ വേണ്ടാന്ന് പറഞ്ഞു അതൊക്കെ ഒഴിവാക്കി, അതെല്ലാം ഒഴിവാക്കി. എന്തൊക്കെ ചെയ്യണം പറഞ്ഞു, ചെയ്യാൻ കൽപ്പിച്ചത് മുഴുവനും ചെയ്തു. അപ്പൊ ചെയ്യാൻ കൽപ്പിച്ചത് ചെയ്തതിന് ഒരു സ്വർഗവും, വിലക്കിയത് അതിൽ നിന്ന് വിട്ടുനിന്നതിന് 2ാമത്തെ സ്വർഗം. അതാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. ആ ജന്നത്താൻ 2 തോട്ടങ്ങൾ, അത് 2 സ്വർഗങ്ങൾ. അത് എന്നാൽ മഹാന്മാര് പറയുന്നു, ഒരു സ്വർഗം അവനിക്കുള്ള കൂലിയും 2ാമത്തെ സ്വർഗം അവനിക്കുള്ള ഔദാര്യവും. ഒന്ന് സവാബും, 2ാമത്തത് ഫദ്ലും. 500 രൂപക്ക് പണിയെടുത്ത ഒരാൾക്ക് ഓന്റെ കൂലി 500 രൂപയാണ്. 500 രൂപ കൊടുത്തു, ഒരു 500 രൂപ വേറെ കൊടുത്തു, ഇത് നമ്മളെ വകയാണെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 500 സവാബാണ്, 2ാമത്തത് ഫദ്ലാണ്, ഔദാര്യമാണ്. അല്ലെങ്കിൽ 2 സ്വർഗം എന്ന് പറഞ്ഞത്, ഒന്ന് അവനിക്കുള്ള അവന്റെ താമസ സ്ഥലവും, 2ാമത്തത് അവന്റെ ഇണകൾക്കുള്ള താമസ സ്ഥലവുമാണെന്ന്. പിന്നെ ഓല് ഒരുമിച്ച് കൂടുന്ന അവസ്ഥ ഉണ്ടാവും. മഹാന്മാരെ പറയുന്നു, 2 സ്വർഗം അള്ളാഹുവിന്റെ മഹ്ശറയിൽ അവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക്. 2 സ്വർഗമുണ്ടെന്ന് പറഞ്ഞത്, ഒരു സ്വർഗം അവന്റെ താമസ സ്ഥലവും, മറ്റൊന്ന് കേവലം ഒരു തോട്ടവും. ഇന്നുണ്ടാവല്ലോ നമുക്ക് പാർക്കാനൊരു വീട്, നല്ലൊരു പൂന്തോട്ടം, അല്ലെങ്കിൽ ഒരു പച്ചക്കറി തോട്ടം, അല്ലെങ്കിൽ ഒരുപാട് പുല്ല് വെച്ച് പിടിപ്പിച്ച് അലങ്കരിക്കുന്നുണ്ടല്ലോ നഗരങ്ങളൊക്കെ. എന്നതുപോലെ സഹോദര, ഒന്ന് അവന്റെ താമസ സ്ഥലം, മറ്റൊന്ന് അവന്റെ തോട്ടം. ഇങ്ങനെയാകാം ഈ 2 തോട്ടങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 2 സ്വർഗത്തോപ്പുകളിലും പ്രകാശത്തിന്റെ ഓരോ കൊട്ടാരം വേറുണ്ടാവുന്ന. ഇതൊക്കെ ഇപ്പൊ ദുന്യാവെന്ന് കിട്ടുന്ന കാര്യമാണെങ്കിൽ എല്ലാവരും പറഞ്ഞാൽ കേൾക്കും അല്ലെ. ദുന്യാവിൽ നിന്ന് ഇങ്ങനെ 2 തോട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ മണ്ണാർക്കാട്ടോ ഇങ്ങനെ 2 തോട്ടങ്ങൾ ലഭിക്കും എന്നുണ്ടെങ്കിൽ എല്ലാവരും സുബഹിന്റെ ജമാഅത്തിന് വരും. കള്ളുഷാപ്പിന്റെ അടുത്തുകൂടി പോകില്ല, ഞാൻ അഥവാ നമ്മളതിൽ പെടുമെന്നുള്ളതാണ് ദുന്യാവെന്ന് കാണുകയാണെങ്കിൽ. പക്ഷെ ദുന്യാവിൽ നിന്ന് അങ്ങനെ ഒന്നും നമ്മൾ കാണൂല. ഇവിടെ കുറച്ച് പ്രയാസമുണ്ട്. കാരണം അള്ളാഹു താല ഇവിടെ പറയുന്ന എന്താ അറിയോ, അള്ളാഹുവിന്റെ സന്നിധിയെ ഭയപ്പെട്ടാൽ മാത്രം പോരാ. പിന്നീട് പറഞ്ഞെന്താ, വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയിൽ നിന്ന് തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തവരാരോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവന്റെ സങ്കേതം സ്വർഗമാണ്. അപ്പൊ അള്ളാന്റെ സന്നിധിയെ ഭയപ്പെട്ടാൽ മാത്രം പോരാ, ദേഹേച്ഛയിൽ നിന്ന് തന്റെ ശരീരത്തെ എന്ത് ചെയ്യണം, തടഞ്ഞു നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫലാ തത്തബിഉൽ ഹവാ, ഫലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ ഒരിക്കലും ദേഹേച്ഛയെ പിൻപറ്റരുത്. നോക്കൂ, നമ്മുടെ ശരീരത്തിന് ആനന്ദം വരുന്ന ചില കാര്യങ്ങളുണ്ട്. തിന്മയോടുള്ള താല്പര്യം അത് ദേഹത്തിന് വളരെയധികം സന്തോഷകരമായിരിക്കും. അത് ദേഹ സഹജമാണ്. എന്ത്? തിന്മയോടുള്ള താല്പര്യം. തിന്മയോടായിരിക്കും ശരീരത്തിന് താല്പര്യം. ദേഹത്തിന്റെ ആ താല്പര്യത്തിന് നമ്മുടെ മനസ്സ് എതിരാകണം, അതിനെ തടഞ്ഞു നിർത്താൻ കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്ന അശദ്ദ മാ അഖാഫു അലൈക്കും ഖസ്ലതാനി ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ. അല്ലാഹുവിന്റെ തിരുദൂതർ പറയാണ്, ഇന്ന അശദ്ദ മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ശക്തമായി പേടിക്കുന്ന 2 കാര്യങ്ങളുണ്ട്.
നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്ന 2 കാര്യങ്ങളുണ്ട്, ശക്തമായി ഭയപ്പെടുന്ന കാര്യം. ഇത്തബാഉൽ ഹവ, ഒന്ന് ദേഹേച്ഛയ പിൻപറ്റലാണ്, രണ്ടാമത്തത് വത്തൂലുൽ അമൽ, മനോരാജ്യം എന്ന് പറയല്ലോ. തൂലുൽ അമൽ, അത്യാഗ്രഹം, അത് നീണ്ടുപോവുക, ദുന്യാവ് വേണം 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 എന്നുള്ളൊരു ചിന്ത, ദേഹേച്ഛക്ക് വഴിപ്പെട്ട് ജീവിക്കുക. അതാണ് ഞാൻ നിങ്ങളുടെ മേലിൽ ശക്തമായിട്ട് പേടിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശരിയാണല്ലോ. ശരീരത്തിന് ആനന്ദമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെട്ട് കൊടുക്കുക. അപ്പൊ സുബഹിക്ക് എഴുന്നേൽക്കാൻ തോന്നൂല. ഭൗതികമായ വിഷയങ്ങളിൽ വിഭവങ്ങളോട് അമിതമായ താല്പര്യം അതുണ്ടാകരുതെന്നാണ്. ദേഹേച്ഛക്ക് അനുകൂലമായ നിലപാട് പലപ്പോഴും മനുഷ്യൻ സ്വീകരിക്കുന്നത് ദുന്യാവിന്റെ പല കാര്യങ്ങളോടും അന്ധമായ അനുകരണവും അതിനോടൊരു അലച്ചയും, നമ്മൾ പച്ചമലയാളത്തിൽ ആക്രാന്തം എന്ന് പറയും, അതുണ്ടാവുമ്പോഴാണ്. അതൊരിക്കലും ഉണ്ടാകരുത് എന്നുള്ളതാണ്. ദേഹത്തിനെ തടഞ്ഞു നിർത്താൻ കഴിയണം. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ പറയുന്നു. ഞാനൊരായത്തോടാം. أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ഇപ്പൊ നമ്മൾ ഓതിവച്ച നാസിയാത്ത് സൂറത്തിന്റെ ആയത്തിനോട് തൗബ സൂറത്തിലെ 24-ാമത്തെ ഈ വചനം നമ്മൾ ചേർത്തി വായിക്കാം. ദേഹേച്ഛയോട് അതിന് വഴിപ്പെട്ടു പോകുന്നൊരവസ്ഥ മനുഷ്യൻ എപ്പോഴാണ് ഉണ്ടാകുക? ഇങ്ങോട്ട് ഖുർആൻ പറയുന്നത്, നബിയെ താങ്കൾ ജനങ്ങളോട് പറയണം, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, മാതാപിതാക്കൾ, വ അബ്നാഉകും, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുകും, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, വ അസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചു വെച്ച നിങ്ങളുടെ സമ്പത്ത്, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, മാന്ദ്യം സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിച്ചു പോകുന്ന നിങ്ങളുടെ കച്ചവട വസ്തുക്കൾ, വമസാകിനു തർലൗനഹാ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും ഈ പറയപ്പെട്ടതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹു തന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് വരെ കാത്തിരുന്നോളൂ നിങ്ങൾ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല അധികാരികളെ, ദുർനടപ്പുകാരെ ഒരിക്കലും, അവിശ്വാസികളെ ഒരിക്കലും നേർമാർഗത്തിലാക്കില്ല. ഇവിടെ അല്ലാഹു പറയുന്നത്, അള്ളാഹു, അവന്റെ റസൂല്, അവന്റെ മാർഗത്തിലുള്ള സമരം, ഈ 3 കാര്യത്തെക്കാൾ ഈ പറയപ്പെട്ട എണ്ണി പറഞ്ഞതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകാൻ പാടില്ല എന്നാണ്. ആ ഇഷ്ടമുണ്ടാകലാണല്ലോ നമ്മുടെ ശരീരേച്ഛക്ക് നമ്മൾ കീഴ്പ്പെടാം. ആദ്യം പറഞ്ഞത്, അള്ളാഹു പറഞ്ഞത് മാതാപിതാക്കളാണ്, പിന്നെ പറഞ്ഞത് മക്കളാണ്, പിന്നെ പറഞ്ഞത് ജ്യേഷ്ഠാനുജന്മാരാണ്, അതിനുശേഷം ഇണകളെ പറ്റി പറഞ്ഞു, പിന്നെ കുടുംബക്കാരെ മൊത്തത്തിൽ പറഞ്ഞു, പിന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ മാന്ദ്യം സംഭവിക്കുമെന്ന് പേടിക്കുന്ന കച്ചവട വസ്തുക്കളെ പറ്റി പറഞ്ഞു, പിന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങളെ പറ്റി പറഞ്ഞു. ഇതിപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ മാതാപിതാക്കളെ ഇഷ്ടപ്പെടണം, നല്ല അവരെ വളരെയധികം നമ്മൾ സ്നേഹിക്കണം, അവരോട് നല്ല മയത്തിൽ സംസാരിക്കണം, ഒക്കെ ശരിയാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി ദീന് നഷ്ടപ്പെടുത്താൻ പാടില്ല, ഒരിക്കലും പാടില്ല.
ഒരു പിതാവ് പറയാണ്, എടാ മോനെ എനിക്കിപ്പോ പോകാൻ കഴിയാത്തതുകൊണ്ടാ, ജാരും അറിയണ്ട, ജബാറ് പോയിട്ട് ഡാഷ് കൊണ്ടുപോവാ 2 കുപ്പി. ചെറിയൊരു ചുമണ്ട്. സാധാരണ മൈക്കിന്റെ കടമുണ്ട്, അത് മൈക്കിന്റെ കടല്ല, ഇത് ഞാൻ ചുമയും കൊണ്ട് പോകുന്നതാണ്. മാതാപിതാക്കളെ നല്ല രൂപത്തിൽ കാണണം. അതേ സമയത്ത് തെറ്റ് മാതാപിതാക്കൾ ചെയ്യാൻ പറഞ്ഞാൽ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാനെ മറക്കരുത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ പിന്നെ ഓവർ ആവൂല. എന്നാൽ അതേ സമയത്ത് രണ്ടാമത് അള്ളാഹു പറഞ്ഞെന്താ, അഭിനാവുക്കും മക്കൾ. അവിടെയാണ് അധികം ആൾക്കാരും പഴച്ചു പോകുന്നത്. മക്കൾ എന്ത് പറഞ്ഞാലും അതിന് വഴിപ്പെട്ടു പോകും. അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ, തന്റെ ആൺകുട്ടികളെയും തന്റെ പെൺകുട്ടികളെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഏറ്റവും ചുരുങ്ങിയത് ഒരു മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെയും കൊണ്ട് ബാർബർ ഷോപ്പ് പോയാൽ ഒക്കെ മറക്കും, എല്ലാം മറക്കും അല്ലെ. ബാർബർ ഷോപ്പിൽ ഒരു കുട്ടിനേറ്റ് മുടി വെട്ടാൻ പോയാൽ അപ്പണം മറക്കും. അതിന്റെ മേലാണ് കയറ്റി കുത്തർന്ന എങ്ങനെ വെട്ടണം, മറ്റേ കേൾക്കോട്ടെ. അത് അള്ളാഹുവിന്റെ തിരുദൂതര് വിലക്കിയതാണ്. നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ കാണുന്നൊരു സംഗതി ഇതാണ്. തീരെ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികളുടെ മുടി കാണാം ഇങ്ങനെ കൂറ തിന്നതുപോലെ, അതിന് ഇതിലൊക്കെ വെട്ടി കുറെ ഒഴിവാക്കി. ചെറിയ കുട്ടികളുടെ മുടി വരെ അങ്ങനെയാണ് ചെയ്യുന്നത്. മുടി കൊണ്ട് കളിക്കരുത്. കാരണം ആ മുടി കൊണ്ട് അവന്റെ തല കൊണ്ട് തന്നെ അവനാകെ ഇടങ്ങാറാകുന്ന അവസ്ഥ വരും. ചെയ്യരുത്. മാവേലിയായി എന്റെ നാട്ടില് ഒരാള്, മാവേലിയായി. അങ്ങനെ അത് വിവാദമായി. നെറ്റിയിൽ കുറിയൊക്കെ ചാർത്തി, നല്ല കോലുണ്ട് കണ്ടിട്ട്. അവസാനം വിഷയമായി. കുടുംബം തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിച്ച്, ആദ്യം കുളിപ്പിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി 1 മണിക്കൂറോളം തൗബയൊക്കെ ചെയ്ത് ഇങ്ങോട്ട് പോന്നു. അപ്പൊ അവനെ പറ്റി അവന്റെ ജ്യേഷ്ഠൻ ഉസ്താദിനോട് പറഞ്ഞത്, അവന്റെ പള്ളയാണ് ഉസ്താദെ പറ്റിച്ചത് എന്നാണ്. അത്യാവശ്യം നല്ല പള്ളുണ്ട്. അതുകൊണ്ട് മാവേലിയാക്കാൻ പറ്റിയൊരു സാധനമായോ ഓ അറിയുന്നില്ല. അള്ളാന്റെ വിശുദ്ധ ദീനിനെ ഇത്ര ഇരപ്പാക്കുമ്പോ ആ പള്ളോട് ചിലപ്പോൾ കൊടുങ്ങും. പള്ള കൊടുത്ത അള്ളാഹു ആണല്ലോ. ആളുകൾ ചിന്തിക്കുന്നില്ല എന്തൊക്കെ ആളുകൾ ചെയ്യാന്നില്ല. പറ്റ ദീനെന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന പ്രവർത്തികൾ ചെയ്യണം, വളരെ ലാഘവത്തോടുകൂടെ ചെയ്യണം. തീരെ കഥല്ല. എന്തായിരുന്നാലും മക്കളുടെ കാര്യത്തിലാണ് പലപ്പോഴും പിഴക്ക. പാടില്ല സഹോദര, ഒരിക്കലും പാടില്ല. അള്ളാഹു പറയാണ്, ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും. പിന്നീട് അള്ളാഹു പറയുന്നത്, ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും. ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠാനുജന്മാരോട് നമുക്ക് സ്നേഹം വേണം. പക്ഷെ അള്ളി റസൂലും വിലക്കിയ രൂപത്തിലാകരുത്. പിന്നീട് അള്ളാഹു പറയുന്നത്, വഅസ്വാജുക്കും ഇണകള്, വഅസ്വാജുക്കും ഇണകള്. പിന്നെ മക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഇണകളുടെ കാര്യത്തിലാണ് അധിക ആളുകളും പിഴക്കുക. ജ്യേഷ്ഠന്മാരുടെ കാര്യത്തിൽ അത്ര തന്നെ ഉണ്ടാവൂല. ഇണകളുടെ കാര്യത്തിൽ ഭാര്യ ഭർത്താവ് ഇവർ തമ്മിൽ ഭാര്യ എന്ത് പറയുന്നോ അത് സമ്മതിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എന്നാ ഒന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് ദീനിന്റെ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം എന്ന് ഇയാൾക്ക് പറയാനുള്ള നട്ടലുണ്ടാവൂല. ഓൾ ഇങ്ങോട്ട് ഞെട്ടിക്കും, എന്നാ ആവട്ടെ എന്നുള്ള രൂപത്തിലാണ്. ഉമ്മരപ്പടി കുറച്ച് ഉയരം കൂടുതൽ. എത്രയോ ആളുകളുണ്ട്. പള്ളി കമ്മിറ്റിക്കാർ വന്നിട്ട് ഇങ്ങനെ പള്ളിന്റെ പണിയുണ്ട്, അപ്പോ എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ സംഭാവന വാങ്ങുകയാണ് എന്ന് പറയുമ്പോ ഒരു വീട്ടിലെ കാര്യപ്പെട്ട ഹാജിയരാക്ക പറയാണ്, നിങ്ങൾ ഇരിക്കേ, ഓളോടൊന്ന് ചോദിക്കട്ടെ. പോയില്ലേ, അയാളെ സ്വത്തുനിന്ന് പള്ളിപ്പണിക്ക് കൊടുക്കാൻ ഓളോട് ചോദിക്കണം. എന്നിട്ട് അയാള് പോയിട്ട് തന്റെ ഭാര്യന്റെ മുന്നിൽ നിന്നിട്ട് ചോദിക്കാണ്, മാഡം പള്ളിപ്പണിക്ക് എത്ര കൊടുക്കണം? ഒരു 5000 എഴുതിയാലോ? ഓളിങ്ങോട്ട് ചാടും. 5000? ആരെ കണ്ടിട്ടാ നിങ്ങൾ ഈ 5000 എഴുതുന്നത്? നിന്റെ കുട്ടികളെ കണ്ടിട്ടോ? ഓള് ഒറ്റയ്ക്ക് വിചാരിച്ചെങ്ങനെ കുട്ടികളുണ്ടാവുക?
എന്റെ കുട്ടികളെ കണ്ടിട്ട് നിങ്ങൾ 5000 എഴുതണ്ട. പള്ളി കമ്മിറ്റിക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. ഈ പെണ്ണ് പറയുന്ന പള്ളി കമ്മിറ്റിക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. ജീവൻ പോയാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവരേണ്ടി വരും ആ തൊലിച്ചിന്. നിങ്ങൾ ചിന്തിച്ചോളി. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇയാളോട് പറയും, ഒരു 1000 റുപ്യ വേണമെങ്കിൽ ആയിരിക്കില്ല, അതെന്നെ ഏറെയാണ്. ശരി, ഓക്കെ. ഇയാൾ വന്നിട്ട് പറയുന്നത് 5000 ഒന്നും വേണ്ടെന്നാണ് ഓള് പറഞ്ഞത്, 1000 എഴുതികളെ. ഓല 1000 എഴുതി പോരും. ഇവിടെ ശരിക്കും പറഞ്ഞ ഇണ പറ്റിക്കാണ്. ഭാര്യമാരോട് എല്ലാം ചോദിക്കാൻ പാടില്ല. ആണുങ്ങൾ ശ്രദ്ധിക്കണ്ട. ചോദിക്കണം. ഇപ്പൊ വീട്ടിൽ ഒരു അതിഥികൾ വരുന്നുണ്ട്, സ്പെഷ്യലായിട്ട് കുറച്ച് ബിരിയാണി വെക്കണം. അപ്പൊ ഭാര്യനോട് ചോദിക്കണം, അല്ല ഒരു 4 ആൾക്ക് ബിരിയാണി വെക്കാം, അപ്പൊ എത്ര സാധനം വേണ്ടി വരും? ഞാൻ അങ്ങനെ ചോദിക്കേണ്ട ആളെന്നല്ല, കിണറ്റിലാ. എന്നിട്ട് കടി പോയിട്ട് 4 ആൾക്കുള്ള ബിരിയാണിക്ക് 1 കിലോ മല്ലിച്ചപ്പേറ്റും വന്നിട്ടുണ്ട്. ഇത് പെടാതിരിക്കാനാണെന്ന് മുഷാവറ ചെയ്യണമെന്ന് പറഞ്ഞത്. ചെയ്യണ്ടേ ചെയ്യണം. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനല്ല. ഗൾഫിലുള്ള ഒരു സഹോദരൻ പറഞ്ഞു, ആ സഹോദരന്റെ അറബിയുടെ വീട് ഒരു സ്ഥലത്ത്, അതിന്റെ തൊട്ടപ്പുറത്ത് അറബിന്റെ ജ്യേഷ്ഠന്റെ വീട്. ഈ 2 അറബികൾ തമ്മിൽ, ജ്യേഷ്ഠന്മാര് തമ്മിൽ ഭയങ്കര ഐക്യാണ്. പക്ഷെ അവരെ ഭാര്യമാര് തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. അപ്പോ അടിഭാഗത്തുള്ള താഴ്ഭാഗത്തുള്ള വീട് ഒരു അറബിയുടെ വീട്, അവന്റെ ജ്യേഷ്ഠനാണ് മുകൾ ഭാഗത്ത്. അപ്പൊ അനിയന്റെ വീട്ടിലെ മലയാളിയായ ജോലിക്കാരൻ പുറത്തു നിൽക്കുമ്പോ ഈ അറബിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അവരെ വിളിച്ചു അങ്ങോട്ട് ആട്ടിറച്ചി കുറച്ച് കൊടുത്തു. ആ ആടിന്റെ മാംസം കൊണ്ടുവന്നു. അപ്പൊ താഴെയുള്ള ഈ കൊണ്ടുവന്ന സഹോദരന്റെ അറബിന്റെ ഭാര്യ ചോദിച്ചു, ഇത് എവിടുന്നാണ്? അപ്പൊ അങ്ങനെ പേര് പറഞ്ഞു, അവര് തന്നതാണ്. ആ ഒറ്റ കാരണത്തിൽ ഇവനെ പിരിച്ചുവിട്ടുക. ഇവന്റെ വാക്കുന്ന് അവള് നല്ലവളാണെന്ന് വന്നുപോയി. ആ ഒറ്റ കാരണത്താല് ഇവനെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നോക്കൂ നിങ്ങൾ, എന്ത് ദിക്റ് ചൊല്ലിയിട്ടും എന്ത് നിസ്കാരം നിർവഹിച്ചിട്ടും എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടെന്താ? ഈ രൂപത്തില് മനസ്സ് മലീമസമായവര് ഒരുപാടുണ്ട്. അപ്പോ ഇണകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു വിലക്കിയൊരു കാര്യങ്ങൾ ഒരിക്കലും വരാൻ പാടില്ല. അതാണ് അള്ളാഹു താല പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത്. പിന്നെ പറഞ്ഞത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്. ഈ ആദ്യം എണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കാൾ വലുത് ചിലപ്പതായിരിക്കും. വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും ജ്യേഷ്ഠന്മാരെക്കാളും ഇണകളെക്കാളും വലുത് സമ്പാദിച്ചുണ്ടാക്കിയ മുതലായിരിക്കും. അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. സമ്പത്ത് എന്ന് കേൾക്കുമ്പോ, മുതൽ എന്ന് കേൾക്കുമ്പോൾ വീണു പോകും. മാന്ദ്യം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന കച്ചവട വസ്തുക്കള്. ഉള്ളിക്കല്ല വിലയുള്ളല്ലേ? അപ്പൊ ഒരാളിപ്പോ കടയിൽ ഒരു 2 ചാക്ക് ഉള്ളി ഇറക്കി, തീരെ ചെലവാണില്ല. എന്ന മനസ്സിലെന്തേകാരം? ഉള്ളിന്റെകാരം ചിന്ത. അതാണിപ്പോ ഈ പറയുന്നത്. ചെലവാകൂല എന്ന് പേടിക്കുന്ന കച്ചവട വസ്തുക്കൾ. 2 ചാക്ക് ഉള്ളി ഇറക്കി, അതിൽ 1 ചാക്ക് ഉള്ളി തൊട്ടിട്ടില്ലപ്പോഴും ആള് വരണ്ടേ? അതിങ്ങനെ ഓരോ ദിവസവും കേടുവന്ന് പോവുകയാണ്. അപ്പൊ ചിലപ്പോ നിസ്കാരത്തിന് വന്നാല് അത്തഹിയ്യാത്ത് ഓതുമ്പോഴൊക്കെ എന്താവും മനസ്സിൽ? ഉള്ളിയാവും. അത്തഹിയ്യാത്ത് അങ്ങനെ ഓതുന്നുണ്ടാവും. ഇല്ലല്ലാന്ന് പറയുമ്പോ വല്യുള്ളിനേക്കാളും ചിലപ്പോ ഇങ്ങനെ കൈ അല്ല, മനസ്സിലിതായിരിക്കും. എന്താ ചെയ്യാം? ചെലവാകൂലാന്ന് പേടിക്കുന്ന കച്ചവട വസ്തുക്കൾ. അപ്പൊ അത് മനസ്സ് കടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിസ്കാരത്തിലേക്ക് കൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പൊ അള്ളാനോടല്ല സ്നേഹം, ആ കച്ചവട വസ്തുക്കളോടാണ്, ഉള്ളിയോടാണ്. ഉള്ളിക്ക് സല്യൂട്ട് കൊടുക്കേണ്ട അവസ്ഥ. വിലപിടിപ്പുള്ള സാധനമാണ്. മണലൊക്കെ അങ്ങനെയുള്ള. വീണ്ടും അല്ലാഹു പറയുന്നു, വമസാകിനു തർലൗനഹാ, നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ. വീടിനാണല്ലോ മനുഷ്യന്റെ പ്രവർത്തനം. അടുക്കളയിൽ നിന്ന് നേരിട്ട് മീനിനെ പിടിച്ചിട്ട് ചട്ടിക്ക് കൊണ്ടുവരണമെന്ന് നമ്മളൊരു സഹോദരൻ തീരുമാനിച്ചു. അപ്പൊ വീട്ടില് അടുക്കളയോട് ബന്ധപ്പെട്ടൊരു കുളം, എന്നിട്ട് അതിൽ മീനിനെ വളർത്തുക. അപ്പൊ ആരെങ്കിലൊക്കെ അതിഥികൾ വന്നാല് ചൂണ്ടലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇതാക്കിയിട്ട് ചട്ടിക്ക്. എത്ര കാലം ചൂണ്ടലിടുന്നത്? അങ്ങനെ ഒരു വീട് നമ്മുടെ പരിസരത്തുണ്ട്. മനുഷ്യന് ദുരഭിമാനം നടിക്കാൻ എന്തൊക്കെ സ്വീകരിക്കേണ്ട ഒരു പിടുത്തൂല്ല. ഈ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ എനിക്കൊരു പരിധി ഉണ്ടല്ലോ. സകല പരിധികളും വിടുകയാണ്. ഒന്ന് തല ചായ്ക്കാൻ സ്ഥലമില്ലാതെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ട്.
അനാവശ്യമായി ഒരുപാട് ചെലവഴിക്കണം. അനാവശ്യമായിട്ട് ഒന്നോ ചെയ്തിട്ട് തൊടണം തോന്നിപ്പോവും ചില മതിലുകൾ കണ്ടാൽ. അപ്പൊ വീടിന്റെ സൗകര്യം എത്ര? ടോയ്ലറ്റൊക്കെ കണ്ട അതിനുള്ള അല്ലാന്ന് തോന്നും. ആ രൂപത്തിന് ഇങ്ങോട്ട് ഭംഗിയാക്കിയിട്ട് വൃത്തി വേണം. പക്ഷെ വീടുകളോട് സ്നേഹം ഉണ്ടായിക്കോട്ടെ. മാതാപിതാക്കളോടും മക്കളോടും ഇണകളോടും ജ്യേഷ്ഠന്മാരോടും സമ്പത്തിനോടും കച്ചവട വസ്തുക്കളോടും വീടിനോട് സ്നേഹം ഉണ്ടായിക്കോട്ടെ. പക്ഷെ അള്ളാഹ് പറയുന്നെന്താ? ഈ എണ്ണി പറഞ്ഞ കാര്യങ്ങൾ അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഇതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെയാണെങ്കിൽ അള്ളാന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരുന്നോളൂ. അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ നമുക്ക് വലിയൊരു മാതൃകയാണ്. അതായത് ദേഹേച്ഛക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ മക്കളുടെ കാര്യത്തിലും ഭാര്യമാരുടെ കാര്യത്തിലും മുതലിന്റെ കാര്യത്തിലൊക്കെയാണ് അള്ളാഹുവിനെ മറക്കുക. അങ്ങനെ മറക്കാതിരിക്കാൻ ഇന്നിപ്പോ നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ട ഒരു പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഭാര്യന്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഉള്ള പലപ്പോഴും ആളുകളെ പഴച്ചു പോകുക. അതിനൊരു തിരുത്താണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 4000 വർഷങ്ങൾക്ക് മുമ്പ് മക്ക എന്ന് പറയുന്ന വിജനമായ സ്ഥലത്ത് ഒരു കുട്ടി പോലും ഇല്ലാത്ത ആ സ്ഥലത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട മകനെയും ഒറ്റക്ക് നിർത്തിയത്. ഇവിടെ നോക്കൂ, അള്ളാന്റെ കൽപ്പന. ശരീരം ഇച്ഛിക്കുന്നത്, ശരീരത്തിന് ആനന്ദം എന്താണ്? ഭാര്യയോടും മകനോടൊക്കെ സ്നേഹം ഉണ്ടായിട്ട് അവരോട് കൂടെ റാഹത്തായിട്ട് ജീവിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് ഒരു കുട്ടി ജനിച്ചത്, ഇസ്മായിൽ എന്ന കുട്ടി. ഹാജറ ബീവിയിലാണ് ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ചത്. എന്നിട്ട് നോക്കൂ, ആ കുട്ടി ജനിച്ച് നല്ല റാഹത്തായ അവസ്ഥയിൽ അള്ളാന്റെ കൽപ്പന മക്കയിൽ ഒറ്റക്ക് താമസിപ്പിക്കണം. അത് മക്ക എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് കഅബാലയം നിൽക്കുന്ന ഭാഗത്ത് ചെറിയൊരു മണലിന്റെ കൂമ്പാരം, ഒരു അടയാളം ഒഴിച്ചു വേറൊന്നുമില്ല. കിണറില്ല, പാർക്കാൻ വീടോ മറ്റോ ഇല്ല, ചെടികളില്ല സഹോദര, പച്ചക്കറികളില്ല, പഴങ്ങളില്ല, വെള്ളത്തിന്റെ ചെറിയ ഒരു ഉറവ പോലും എവിടെയുമില്ല. എങ്ങ് നോക്കിയാലും വെറും മലകൾ മാത്രം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സ്വന്തം ഭാര്യയെയും മകനെയും ഒറ്റക്ക് താമസിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ പതറിയില്ല. ഇവിടെ നമുക്ക് എല്ലാ നിലക്കും മാതൃകയാണ്. ആര്? ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും. ഇസ്മായിൽ ചെറിയ കുട്ടിയാണ്, ചോരപ്പൈതലാണ്. അള്ളാഹുവിന്റെ കൽപ്പന അവരെ ഒറ്റക്ക് താമസിപ്പിക്കണം എന്നാണ്. നമുക്ക് കഴിയോ അങ്ങനെ ഒറ്റക്ക് താമസിപ്പിക്കാൻ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭാര്യയോട് സ്നേഹമുണ്ട്, മകനോട് സ്നേഹമുണ്ട്. പക്ഷേ അതിനേക്കാൾ അള്ളാഹുവിനോട് സ്നേഹമാണ്. സൂറത്തിൽ ആയത്താലോചിച്ചു, അള്ളാഹുവിനേക്കാൾ സ്നേഹം അവരോടാണെങ്കിൽ ശിക്ഷയെ പ്രതീക്ഷിക്കണം എന്നാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത്. ഇത് ഇബ്രാഹിം നബിക്കും ബാധകമാണല്ലോ. അപ്പോ ഏറ്റവും സ്നേഹം അള്ളാഹിനോടായി. അതുകൊണ്ട് ഭാര്യയെയും മകനെയും ഒറ്റക്ക് നിർത്താൻ തീരുമാനിച്ചു. എന്നാലും തന്റെ മകനെയും ഭാര്യയെയും ഒറ്റക്ക് അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് അള്ളാഹു ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം സൂറത്തിലൂടെ വ്യക്തമാക്കുന്നത് നോക്ക്. അദ്ദേഹം ദുആരക്കാണ്. തന്റെ മകനെയും തന്റെ പത്നിയെയും മക്കയിൽ ആ വിജനമായ സ്ഥലത്ത് നിർത്തിയിട്ട് ദുആരക്കാണ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദ്, എന്റെ സന്താനങ്ങളിൽ ചിലരെ, ഇസ്മായിലാണ് ഉദ്ദേശം,
ഞാനിതാ ഇവിടെ കുടിയിരിക്കുന്നു. നീ അസ്കന്തു, എവിടെ? ബിവാദിൻ ഗൈരി ദീ സർ, കൃഷിയുടെ സാന്നിധ്യമില്ലാത്ത ഈ താഴ്വരയിൽ. പച്ചക്കറിയോ ഒന്നുമില്ല, തിന്നാനൊന്നുമില്ലാത്ത സ്ഥല. ഇന്ദ ബൈതിക്കൽ മുഹറം, പരിശുദ്ധമായ നിന്റെ ഭവനത്തിന്റെ അരികെ. അത് കഅബയില്ല. പക്ഷേ പിന്നെ ഇബ്രാഹിം നബിയോട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാജറ ബീവിയോട് മലക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും ഇവിടെ പരിശുദ്ധ കഅബാലയം കെട്ടിപ്പൊക്കുമെന്ന് ഹാജറ ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. ഇവിടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആർക്കാണ്, പടച്ചോനെ, കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ എന്റെ സന്താനങ്ങളിൽ ചിലരെ ഞാനിതാ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ അരികെ. എന്തിന്? റബ്ബനാ ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നിസ്കാരം ദീനിന്റെ തോണാണ്. എല്ലാ കാലത്തും നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ദീന് നിലനിൽക്കാൻ ഇത് ആവശ്യമാണെന്നാണ് അള്ളാന്റെ കൽപ്പന. അതിനാണ് ആ മകനെയും ഉമ്മാനെയും ഒറ്റക്ക് നിർത്തണം. അങ്ങനെയുള്ള പിന്നെ സംസം നമുക്ക് കിട്ടുന്നത്. ചിന്തിക്കണം സഹോദര, വീണ്ടും ദ്വാരക്കാണ്. അതുകൊണ്ട് ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, ജനങ്ങളുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഇവരോട് ഒരു സ്നേഹം നീ ഇട്ടുകൊടുക്കണം. ഭാര്യയെയും കുട്ടിയെയും ഒറ്റക്ക് നിർത്താൻ. ഇനിയിപ്പോ വലിയ കച്ചവടക്കാരോ മറ്റൊക്കെ പോകുമ്പോ അത് മാത്രമാണ് ഒരു ആശ്വാസമുള്ളത്. അങ്ങനെ കച്ചവടക്കാരോ മറ്റോ പോകുന്ന സമയത്ത് അവർക്ക് ഇവരോടൊരു സ്നേഹം വേണം, അവരുടെ മനസ്സിൽ ഇവരോടൊരു സ്നേഹം വേണം. അതിനുവേണ്ടി ദ്വാരക്കാം. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, അവർക്കിനി ആഹാരം നൽകണം, പഴങ്ങൾ നൽകണം, അവർ നന്ദിയുള്ളവരായേക്കാം എന്ന് ഇബ്രാഹിം നബി മനസ്സ് തട്ടി ദ്വാരന്ന് പോയി. അള്ളാഹു അത് സ്വീകരിച്ചു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഈമാൻ നോക്കുക. അള്ളാഹിന്റെ കൽപ്പനക്ക് തന്റെ ഭാര്യയോ തന്റെ മകനോ ഒരു തടസ്സമില്ല. പ്രാകൃതാണെന്ന് കരുതി പോകൂലേ? ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വലിയൊരു മാതൃകയാകാനാണ് അള്ളാഹുവിന്റെ ഖലീലിനെ അള്ളാഹു തആല ഈ തോതിൽ ഈ രൂപത്തിൽ പരീക്ഷിച്ചത്. അതൊരു വലിയ പരീക്ഷണമായിരുന്നു, വലിയ പരീക്ഷണമാണ്. സ്വന്തം ഭാര്യയെയും സ്വന്തം മകനെയും അതന്നെ ഒരുപാട് കാത്തിരുന്നുണ്ടായ കുട്ടിയാണ്. അപ്പൊ കുട്ടികളില്ലാതെ വിഷമിച്ച അവസാനം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ആരംഭമായിരിക്കും. ചിന്തിച്ചു നോക്കി. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഖലീലുള്ള എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചത്. കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ ഉൽഹിയ്യത്തിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ടൈമാണ്. മൃഗങ്ങളെ വാങ്ങാൻ തുടങ്ങി. ഏതിനെയാണ് സഹോദര നമ്മൾ അനുസ്മരിക്കുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുട്ടിയെ അള്ളാന്റെ കൽപ്പന പ്രകാരം അറുക്കാൻ കൊണ്ടുപോയി. ഖുർആനിൽ അള്ളാഹു ഈ കഥ പറയുന്നുണ്ട്. അവിടെയും മകൻ ഒരു തടസ്സമായില്ല. ദേഹേച്ഛക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ കുട്ടിയെ ഒരിക്കലും മറക്കാൻ കൊണ്ടുപോകുമായിരുന്നില്ല. എന്തുകൊണ്ട്? ആർക്കാ അതിന് കഴിയാ? 7 വയസ്സായ ഒരു കുട്ടിയെ ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ 12 വയസ്സായ ഒരു കുട്ടിയുടെ അവസ്ഥ. നമ്മുടെ ജോലിയിലും മറ്റൊക്കെ സഹായിക്കാൻ, അത്യാവശ്യ വസ്തുക്കളൊക്കെ അങ്ങാടിയിൽ പോയി കൊണ്ടുവരാൻ എന്തോ ഒരു ആശ്വാസമാണ് ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പോൾ. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ്, മക്കൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രതീക്ഷ. അങ്ങനെ ഒരു കുട്ടിയുള്ള സമയത്താണ് ആ കുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടും പതറിയില്ല. സ്വപ്നത്തിലൂടെ അറിയിച്ചു. ഇബ്രാഹിം നബി ഉടനെ തന്നെ മകനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. 2 സ്നേഹങ്ങൾ ഏറ്റുമുട്ടി. ഒന്ന് തന്റെ പുത്ര സ്നേഹം, മകനോടുള്ള സ്നേഹം. രണ്ടാമത്തത് അള്ളാഹുവിനോടുള്ള സ്നേഹം. പക്ഷെ അള്ളാഹിനോടുള്ള സ്നേഹത്തിന് 1ാം സ്ഥാനം കൊടുത്തു. കുട്ടിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചില്ലേ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ അറുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്നെ അറുക്കണമെന്ന കൽപ്പന സ്വപ്നത്തിലൂടെ വന്നിട്ടുണ്ട്. മോനെ ഫൻദുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായം എന്താണെന്ന് പറ. ആ സമയത്ത് ഈ കുട്ടി എന്താണ് പറഞ്ഞത്? യാ ബുനയ്യ യാ അബതി ഫഅൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ.
എന്റെ പിതാവേ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇൻഷാ അല്ലാഹ്, ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അങ്ങനെ കാണും. നിങ്ങൾ അങ്ങോട്ട് കൽപ്പിച്ച ചെയ്തോളിത്. ഇതുകൊണ്ടാണ് ആ കുട്ടിയെപ്പറ്റി അള്ളാഹു എന്ത് പറഞ്ഞത്? ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ കുട്ടിയെ കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. അതുകൊണ്ട് ഇസ്മായിൽ നബിയാണ് ഉദ്ദേശം. ഈ യഹൂദികൾ പറയുന്നത് എന്താ അറിയോ? അറക്കാൻ കൊണ്ടുപോയത് ഇസ്ഹാഖ് നബിനെയാണെന്നാണ്. ഇസ്മായിലിനല്ല, ഇസ്ഹാഖ് നബിനെയാണ്. ഇബ്രാഹിം നബിന്റെ ആദ്യത്തെ കുട്ടി ഇസ്മായിൽ നബിയാണ്. രണ്ടാമതുണ്ടായ കുട്ടിയാണ് ഇസ്ഹാഖ്. സാറ ബീവിക്ക് വന്ധ്യത ഉണ്ട് എന്നതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല. അങ്ങനെയാണ് ഹാജറ ബീവിയിൽ കുട്ടി ഉണ്ടായത്. പിന്നെ സാറ ബീവിയിലും കുട്ടി ഉണ്ടായി. അപ്പോൾ ഏത് ഡോക്ടർ കുട്ടി ഉണ്ടാവില്ല എന്ന് വിലയിരുത്തിയാലും ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാലും നിരാശപ്പെടാൻ പാടില്ല എന്ന് പഠിപ്പിക്കാം. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ എന്ന മലക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുമ്പോൾ ഒരു കയറിയത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറിയത് ഇബ്രാഹിം നബിയുടെ വീട്ടിലാണ്. അന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും. അപ്പൊ സാറ ബീവി അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, എനിക്ക് വന്ധ്യത ഉണ്ട്, എന്നിട്ടൊരു കുട്ടി ഉണ്ടാവുകയോ? അപ്പൊ മലക്കെന്താ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ്, പക്ഷെ അള്ളാഹ്ക്ക് അതിന് കഴിയുന്നത്. എന്നാൽ ഇവിടെ 2 മക്കളുണ്ടായെങ്കിലും അറുക്കാൻ കൊണ്ടുപോയത് ഇസ്മായിൽ നബിനെയാണ്. അത് ഇസ്ഹാഖ് നബിനെയാണ് എന്ന് ജൂതന്മാര് പ്രചരിപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് അവരെ പ്രവാചകന്മാരൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ സ്ഥാനം അവർക്ക് കിട്ടാൻ വേണ്ടി പറയണം. അറുക്കാൻ കൊണ്ടുപോയപ്പോ മോൻ പറയാണ് കൊണ്ടുപോയിക്കോളിയെന്ന്. അത് കടന്നൊടുക്കാണ്, വല്ലാത്തൊരു മനക്കരുത്താണ്. അപ്പൊ ആ ക്രെഡിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടി അവർ അവകാശപ്പെടുകയാണ്. കാരണം ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് നമ്മുടെ നബി വരുന്നത്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ ഒറ്റ നബിയെ വന്നിട്ടുള്ളൂ, അത് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇബ്രാഹിം നബിയുടെ മറ്റേ മകൻ ഇസ്ഹാഖ് നബിയിലൂടെ യാക്കൂബ് നബിയും യൂസുഫ് നബിയാണ് തുടങ്ങിയിട്ട് അനവധി പ്രവാചകന്മാർ വന്നു. ഇസ്രായേൽ പ്രവാചകന്മാർ മുഴുവനും വന്നത് ഇസ്ഹാഖ് നബി വഴിയാണ്. അപ്പൊ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ അങ്ങനെ നബി കൂടുതൽ വരാത്തത് അദ്ദേഹത്തിന് കുറവാണല്ലോ. ആ കുറവ് അള്ളാഹു നികത്തിയതാണ് അന്ത്യപ്രവാചകരെ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ വരുത്തിയത്. പല ആളുകൾക്കും ഇതറിയില്ല. അതാണല്ലോ അറേബ്യയിൽ ഇസ്മായിൽ നബിക്ക് ശേഷം പിന്നെ നമ്മുടെ നബിന്റെ അടിയിൽ വേറെ നബി വന്നിട്ടില്ല. അതുകൊണ്ടാണ് നീണ്ട കാലം പ്രവാചകന്മാരില്ലാതെ പോയത് കൊണ്ട് പോലും കുറ്റക്കാരല്ല, അതിന്റെ അടി മരിച്ചുപോയവര്. യാസീൻ സൂറത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ അറുക്കാൻ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബിയാണ്. ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് നമ്മുടെ പ്രവാചകർ വരുന്നത്. ആ കുട്ടിയുടെ ഒരു ധൈര്യം നോക്കി, നിങ്ങളോട് കൽപ്പിച്ചേ ചെയ്തോളൂ പിതാവേ, ഞാൻ ക്ഷമിച്ചോളാം. അവിടെ മകനൊരു തടസ്സായില്ല. പാവം ആകള്ള തന്റെ മകന്റെ കയ്യും പിടിച്ച് മൂർച്ചയേറിയ ഒരു കത്തിയുമായി നല്ലൊരു ഉറപ്പുള്ള കയറുമായി മിനയിലേക്ക് പോകുമ്പോ ഇബ്ലീസ് ശ്രമിച്ചു ആകള്ളൊരു കുട്ടിനർക്ക്. അതും ഒരു സ്വപ്നത്തിന്റെ പേര് ആട്ടി. ആ എറിയലാണെന്ന് ജംറകൾ നമ്മൾ എറിയുന്നത്. നമ്മളൊന്നും ചിന്തിക്കാറില്ല പല ആളുകൾ. ചിലപ്പോ ഇബ്ലീസ് ചോദിക്കുന്നുണ്ടാവും നമ്മൾ തമ്മിലിത് വേണമെന്ന്. അവിടെ എറിയുമ്പോ ആട്ടി ഓടിച്ചു സഹോദര. ഇബ്ലീസ് പരാജയപ്പെട്ടു ഖലീലുള്ളാഹിയുടെ മുന്നിൽ. ഖുർആൻ തന്നെ ആ രംഗം പറയുന്നുണ്ട്. അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് വാപ്പ അറുക്കാനും കുട്ടിയതിന് വഴിപ്പെടാനും തീരുമാനിച്ച് മിനയുടെ മുകളിലെത്തി. ഖുർആൻ പറഞ്ഞത് ഒരു ചെന്നി പുറത്തേക്ക് ചെരിച്ച് കടത്തി കുട്ടിയെ. അരങ്ങൊന്നാലോചിച്ച് നോക്കി. കുട്ടി വസിയത്ത് ചെയ്തു, ഉപ്പാ ചെരിച്ച് കടത്തണം. അതാണ് നമ്മൾ അറിവില് മൃഗങ്ങളെ ചെരിച്ച് കടത്തുന്നത്. നേരെ മുഖത്ത് നോക്കി നമുക്ക് വിഷമാവും. മകൻ പറയാ, നമ്മളൊക്കെയാണെങ്കിൽ അപ്പൊ തളർന്നു പോകൂലേ. ആ ഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. മക്കൾക്കൊരു ചെറിയ പനി ഉണ്ടായാൽ നമ്മൾ വൃത്തം വിടും. ഇവിടെ നോക്കൂ, ഈ കുട്ടി പറയാണ്, പാ കുപ്പായ അഴിച്ചു വെക്കണം. ചോര കുപ്പായത്തിലായാൽ അങ്ങക്ക് വിഷമാവും. കൈകാലുകൾ നല്ലോണം കെട്ടണം. ഞാൻ പെടഞ്ഞാല്, വേദന കൊണ്ട് പെടഞ്ഞാല് അങ്ങക്ക് വിഷമാവും. അപ്പോഴൊന്നും ഇബ്രാഹിം നബി പതറിയില്ല. മനസ്സൊന്ന് പൊട്ടി. എന്നാലും ഒരു ഇഞ്ച് ബാക്ക് നിൽക്കുന്നില്ല. എപ്പോ അറിയോ? ലാസ്റ്റ് ഘട്ടത്തിൽ ഇസ്മായിൽ എന്ന കുട്ടി പറഞ്ഞു, പാ ഉമ്മാക്ക് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണമെന്ന്. ആ ചിന്തിച്ചു നോക്കൂ. ആ ഘട്ടം സലാം പറയൽ ആദം നബി മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ആദം നബി മലക്കുകൾക്ക് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയാണ്. എല്ലാ ശരീഅത്തിലുള്ളതാണ് അഭിവാദ്യം, അസ്സലാമു അലൈക്കും. ഉമ്മാക്ക് സലാം പറയാം.
പക്ഷെ ആ സന്ദർഭത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരളുറപ്പ് നോക്കണം. കുട്ടിനോട് ദേഷ്യം ഉണ്ടായിട്ടില്ല, നല്ല സ്നേഹമുണ്ട്. അതിനേക്കാൾ അള്ളാഹ്ക്ക് കൊടുത്തു. ശരീരത്തിന് ഇഷ്ടം മകനോടാണ്, പക്ഷേ മനസ്സ് സമ്മതിക്കുന്നില്ല. റബ്ബ് കാണുന്നുണ്ട്, റബ്ബിന്റെ കൽപ്പന. കുട്ടിനെ തന്ന റബ്ബാണ്, ആ റബ്ബ് അറക്കാൻ പറഞ്ഞ അറക്കന്നെ. അങ്ങനെ കുട്ടിനെ ചെരിച്ച് കിടത്തിയിട്ട് കത്തി കൊണ്ടുപോയിട്ടുള്ളൂ, അറുത്തിട്ടില്ല. അപ്പോഴേക്കും അള്ളാഹു വിളിച്ചു, യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യ, ഓ ഇബ്രാഹിം അങ്ങ് സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഞർക്കണ്ട. അതുവരെ പിടിച്ചു നിന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയം പൊട്ടിക്കരഞ്ഞുപോയി. എന്താ കാരണം? സന്തോഷം കൊണ്ടുള്ള കരച്ചില. അറിവിൽ നിന്ന് തന്റെ പൊന്നോമന പുത്രൻ രക്ഷപ്പെട്ടതല്ല. ഒന്നാമത്തത്, സുബ്ഹാനല്ലാഹ്, ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ, ഇതിൽ ഞാൻ വിജയിച്ചല്ലോ എന്നുള്ള സന്തോഷ. അദ്ദേഹത്തിന് അറിയോ, ലാസ്റ്റ് അള്ളാഹു ഒരു ആടിനിറക്കി കൊടുക്കും, അവസാന ഘട്ടത്തിൽ ആടിനിറക്കി കൊടുക്കും, അവസാനം ആടിനിറക്കാൻ പറയും. ഇതിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്? ഇല്ലല്ല, അങ്ങനെയാണ് ധൈര്യമായിട്ട് നിൽക്കാം. ഇത് നാടകല്ല. അദ്ദേഹം കുട്ടിനെ അറക്കാൻ തന്നെയാണ് കൊണ്ടുപോയത്. അതിനാണ് കൈകാലുകൾ കെട്ടിയത്, അതിനാണ് കിടത്തിയത്, അതിനാണ് കത്തി കൊണ്ടുപോയത്. പക്ഷേ അള്ളാഹു പറയുന്നത്, അങ്ങ് സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു പ്രവാചകരെ. അതുകൊണ്ട് ഇതാ ഈ ആട്ടിൻകുട്ടി അറുത്താൽ മതി. ഒരു ആടിനിറക്കി കൊടുത്തു. ഇബ്രാഹിം നബി ആടിനർത്ഥപ്പ് അദ്ദേഹത്തിന്റെ വെളുത്ത താടിയിലൂടെ കണ്ണീര് മുറിഞ്ഞു വീണു. മഹാപരീക്ഷണത്തിൽ വിജയിച്ചു, തന്റെ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഒളിഹിയത്തറക്കുന്നത്. ദേഹേച്ഛയെ അതിനനുസരിച്ച് ഒരിക്കലും മനസ്സ് അതിന് കീഴ്പ്പെട്ടു പോകാതെ അള്ളാഹുവിനെ കാക്കണം എന്നതിന് നമുക്ക് ഏറ്റവും വലിയൊരു മകുടോദാഹരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവം തന്നെ. ഇതിലേറെ വലുതൊന്നും വേറില്ല. അള്ളാഹു തആല അള്ളാഹുവിന്റെ ഖലീലിനോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ സന്നദ്ധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ പേടിക്കുകയും ദേഹേച്ഛയിൽ നിന്ന് തന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തവരാരോ അവരുടെ സങ്കേതം സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ഇനി ബാക്കിയുള്ള അർത്ഥം വെച്ച് നമുക്കിത് വരക്കാം. يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها يسألونك عن الساعة. അള്ളാഹു പറയാണ്, യസ്അലൂനക അനിസ്സാഅ, അന്ത്യസമയത്തെപ്പറ്റി, അന്ത്യനാളിനെ പറ്റി അവർ ചോദിക്കും. അയ്യാന മുർസാഹാ, എന്നാണത് ഉണ്ടാവുക, എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിക്കും. ഖിയാമത്ത് നാൾ എന്നാണെന്ന് ജനങ്ങൾ താങ്കളോട് ചോദിക്കും. അള്ളാഹു പറയുന്നത്, ഫീമാ അൻത മിൻ ദിക്റാഹാ, അത് എന്നാണെന്ന് അറിവ് കൊടുക്കുന്ന വിഷയത്തിൽ, പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ താങ്കൾ ഏതൊരവസ്ഥയിലാണുള്ളത്? കഴിയൂലല്ലോ. ഖിയാമത്ത് നാൾ എന്നാണെന്ന് അറിയാൻ കഴിയൂല. പിന്നെ ഖിയാമത്ത് നാള് ഇന്ന ദിവസം മദീന പള്ളിയിൽ നിന്ന് സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വരലുണ്ടല്ലേ, 14 കോപ്പി എടുത്തെടുത്താൽ മതി, എല്ലാ പ്രശ്നവും തീരും. പെരപ്പണി വേഗം കഴിയും, കുട്ടിന്റെ കല്യാണം ശരിയാവും, വേഗത്തിൽ വിസ ശരിയാവും. ആകെ 14 കോപ്പി, ഏതോ ഫോട്ടോ കോപ്പിക്കാർ ഒപ്പിച്ച പരിപാടിയാണ്. അല്ലാതെ മദീന പള്ളിയിൽ നിന്ന് ഒരിക്കലും ഖിയാമത്ത് നാൾ ഇന്ന ദിവസമാണെന്ന് ആരും കിനാവാണില്ല. മുത്തുനബിക്ക് പോലും അറിയിച്ചു കൊടുക്കാത്തത്. അടുത്തൊരു നോട്ടീസ് ഉണ്ട്, ഉള്ളാളം ദർഗയിൽ നിന്നുള്ള അറിയിപ്പ്. ഏതോ ഒരു പൊട്ടൻ എഴുതിവിട്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ സമയം കളയാൻ വേണ്ടി വെറുതെ ആരോ ഒപ്പിക്കുന്ന വേലയാണ്. ഖിയാമത്ത് നാൾ എന്നാന്ന് ആർക്കും അറിയില്ല. അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹ് റസൂലും പറഞ്ഞ പിന്നെ അതിൽ വിശ്വസിച്ചാൽ മതി. 2012 ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ, ലോകാവസാനം. പിന്നെ 11 കുറെ ആൾക്കാരൊക്കെ വേജാറായി, 12 പോകാം. അള്ളി റസൂലും പറഞ്ഞ വിശ്വാസം ഏതിലും ശാസ്ത്രജ്ഞന്മാർ. ഇപ്പൊ നാളെ എല്ലാ പത്രത്തിന്റെയും ഫസ്റ്റ് പേജില് ഒരു വാർത്ത, 2020 ഈ പ്രപഞ്ചം ആകെ തകരും. എല്ലാവരും ബേജാറാവും. യസ്അലൂനക അനിസ്സാഅത്തി, ഇതൊന്നും ബേജാറാക്കൂല. പുറത്തുനിന്ന് പറയണം, ശാസ്ത്രജ്ഞന്മാർ പറയാണ്, കണക്ക് നോക്കിയിട്ട് പോലും പറയാണ്, ഇതാ ഇന്ന ദിവസം ഈ പ്രപഞ്ചം തകരും. എന്നാൽ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. പക്ഷെ നമ്മളങ്ങനല്ല സഹോദര. എന്നാണതെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അള്ളാഹു പറയാണ്, ഇന്നമാ ഇലാ റബ്ബിക മുൻതഹാ,
തീർച്ചയായിട്ട് നിന്റെ രക്ഷിതാവിങ്കലെ ഇലാ റബ്ബിക മുൻതഹ, അതിന്റെ കലാശം നിന്റെ രക്ഷിതാവിങ്കലേക്കാകുന്നു. എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ കടമ എന്താ? അള്ളാഹു പറയുന്നത് ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ, ആ അന്ത്യസമയത്തെ ഭയപ്പെടുന്നവരെ താക്കീത് ചെയ്യുന്നവർ മാത്രമാണ് നബിയെ താങ്കൾ. നബിയോട് പറയണം, നമ്മളോടൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കണം ഖിയാമത്ത് നാൾ എന്നാണ്, ഡേറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെ ആ വിഷയം പറഞ്ഞ് താക്കീത് ചെയ്യാം. എന്തേ കാരണം? കഅന്നഹും യൗമ യറൗനഹാ, ആ അന്ത്യനാളിനെ അവർ കാണുന്ന ദിവസം ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ദുനിയാവിൽ ഒരു സായാഹ്നമോ ഒരു പൂർവാഹ്നമോ മാത്രമേ ദുനിയാവിൽ താമസിച്ചിട്ടുള്ളൂ എന്നവനിക്ക് തോന്നുന്നതാണ്. ഖിയാമത്ത് നാൾ നേർക്ക് നേരം കാണുന്ന അന്നത്തെ ദിവസത്തിന്റെ ഭീകരത കാരണം അവന് തോന്നും ദുനിയാവിൽ ആകെ നമ്മൾ താമസിച്ചത് ഒരു വൈകുന്നേര സമയം, ഒരു ലോഹാന്റെ സമയം, ഒരു പൂർവാഹനം, ഒരു സായാഹ്നം, അത്രേ ആകെ താമസിച്ചിട്ടുള്ളൂ എന്ന് തോന്നിപ്പോവും. അത് വളരെ ശരിയാണല്ലോ. ഇപ്പൊ വിശാലമായ കടലിന്ന് നമ്മുടെ വിരല് കടലിൽ താഴ്ത്തിയിട്ട് ഒരു തുള്ളി വെള്ളം എടുത്ത് ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചു. സഹോദര, പരന്നു കിടക്കുന്ന കാടലിനെ അപേക്ഷിച്ച് ഈ ഒരു തുള്ളി വെള്ളമൊന്നുമല്ലല്ലോ എന്നതുപോലെയല്ല അറ്റമില്ലാതെ കിടക്കുന്ന പരലോകത്തെ അപേക്ഷിച്ച് നമ്മുടെ ഈ കുറഞ്ഞ കാലത്തെ ദുന്യാവ് ഒന്നുമല്ല. ദുന്യാവിലാകെ ജീവിച്ചത് ഒരു സായാഹ്നം, ഒരു പൂർവാഹനം, അത്രേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു താല ഈ സംബന്ധമായിട്ട് വേറെ പറയുന്നുണ്ട്. അതിന്റെ ഭീകരമായ അവസ്ഥ അള്ളാഹു പറയുന്നുണ്ട്. നമ്മൾ നല്ലോണം അള്ളാഹുവിനോട് കാവൽ തരണം. പഠിച്ചു അങ്ങനെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലും ബിഅദാബിൻ വാഖിർ ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിർ. അള്ളാഹു പറയുന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു ശിക്ഷയെപ്പറ്റി അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുകയാണ്. എന്നാണ് ഖിയാമത്ത് നാള്, എന്നാണ് ഖിയാമത്ത് നാള്? ഇവനിങ്ങനെ ചോദിക്കും. ലിൽ കാഫിരീന ലൈസ ലഹു ദാഫിർ. അന്ന് സത്യനിഷേധികൾക്ക് എത്തുന്ന ആ പ്രയാസങ്ങൾ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. എന്നാണത് വരിക? ആരിൽ നിന്നാണ് അത് വരുന്നത്? മിനല്ലാഹി ദിൽ മആരിജ്. കേറിപ്പോകുന്നതിന്റെ സ്ഥലത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൽ അത് സംഭവിക്കും. തഹറുജുൽ മലായികതു വറൂഹു ഇലൈഹി. മലക്കുകളും അതുപോലെ തന്നെ റൂഹും അവരിലേക്കാണ് കേറിപ്പോകുന്നത്. അങ്ങനെ ആ കേറിപ്പോകുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥനിൽ നിന്ന് വരാൻ പോകുന്ന ആ ഖിയാമത്ത് നാള്, ആ മഹാശിക്ഷ, അതിനെ അന്വേഷിക്കുന്നവൻ അന്വേഷിക്കുകയാണ്. എന്നാണത് വരിക? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷത്തിന്റെ ദൈർഘ്യം തോന്നിക്കുന്ന ഒരു ദിനം. ഇന്നത്തെ 50,000 വർഷത്തിന്റെ നീളം തോന്നും അന്നത്തെ ഒരു ദിവസത്തിനാണ്. അപ്പൊ അന്നത്തെ ഒരു യുഗം 80 കൊല്ലാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരകത്തിലെ ഒരു യുഗം 80 കൊല്ലം. അവിടുത്തെ ഒരു ദിവസം ഇന്നത്തെ 50,000. നിങ്ങൾ കൂട്ടിയോക്കെ. നാളെ പരലോകത്തെ ഒരു ദിവസം ഇന്നത്തെ 50,000 വർഷം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അങ്ങനെ ആകുമ്പോ 50,000-നെ 365 കൊണ്ടൊന്ന് ഗുണിച്ചിട്ട് പിന്നെ 80 കൊണ്ട് ഗുണിക്കുമ്പോ എത്ര കോടിക്കണക്കിന് വർഷമായി. അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ ഒരു ദിവസം ദുന്യാവിൽ മൊത്തം ജീവിച്ചത് ഒരു കുറഞ്ഞ സമയം, ഒരു വൈകുന്നേര സമയം, അല്ലെങ്കിൽ ഒരു രാവിലെ ദുഹാന്റെ സമയം, അത്ര തോന്നുന്നതാണ്. അത്ര ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ നൈമിഷികമായ സൗകര്യങ്ങൾ അതെടുത്തിട്ട് പറ്റ മറക്കാം. അതുകൊണ്ട് ഈ ആയത്തിന്റെ ലാസ്റ്റ് പറഞ്ഞ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ സന്നിധിയെ നമ്മൾ ഭയപ്പെടാം. അള്ളാഹുവിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിന് അഗാധമായി നമ്മൾ പേടിക്കണം. റബ്ബ് ഒക്കെ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടി, ആ ഭയം നമുക്ക് വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ അള്ളാഹുവിനെ പേടിക്കും. ഇന്നീ സഖീം എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എനിക്ക് സുഖമില്ല, അത് വെറുതെ പറഞ്ഞതായിരുന്നു. ആ ഒറ്റ കാരണത്താലാണ് ഇബ്രാഹിം നബി നാളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോ പറയും, ചെല്ലുമ്പോ പറയും, കഴിയൂല, ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ പേടിയാണ്. ഞാനൊരിക്കൽ എന്റെ ജനങ്ങളോട് ഇന്നീ സഖീമുൻ, എനിക്ക് സുഖല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് അസുഖമൊന്നുമില്ലായിരുന്നു. അവർ
ഉത്സവത്തിന് വിളിച്ചപ്പോ അതിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. അതുപോലും പേടിച്ചു എന്നുള്ള. അപ്പൊ എന്റെ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശ്രദ്ധിക്കണം സഹോദര, നമ്മളൊക്കെ ആവശ്യത്തിന് ഓരോ സന്ദർഭത്തിലും നുണകൾ പറയുന്നവരാ. ഈ അടുത്ത് ഞാനൊരു പരിപാടിക്ക് പോകുമ്പോ എനിക്ക് സംഘാടകരെ വിളിച്ചു, ഉസ്താദ് എവിടെ എത്തിയെന്ന് വെച്ചിട്ട്. നമ്മൾ കറക്റ്റ് ആ സ്ഥലമാണ് പറയലാണ്. എന്നാ പേടിച്ചാണല്ലോ, വെറുതെ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിവിടെ തന്നെ അതിന് വെറുതെ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പ് കൊട്ടി പറഞ്ഞാല് അത് ഉസ്താദാവൂല എന്ന് പറയും. മൂപ്പര് ഇവിടെ എത്തിയെന്നുള്ള പറഞ്ഞതെന്ന് പറയും. അപ്പൊ ഒരു കുട്ടി ഫോൺ ചെയ്തു, ഉസ്താദ് എവിടെ എത്തിയെന്ന് വെച്ചിട്ട്. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ നോക്കി പുറത്തേക്ക് ഒരങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ആ അങ്ങാടിയിൽ ഒരു കടന്റെ ബോർഡുമുള്ള പേര് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ വേറെ കുട്ടി വിളിച്ചു, ഉസ്താദ് നിങ്ങളിപ്പോ എവിടെ എത്തിയിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ ഇവരെ അടുത്തുനിന്നാണ് വിളിക്കേണ്ടത്. പിന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ നുണ പറയണ്ടോ നോക്കാനാണ് ഇവര് വിളിക്കേണ്ടത്. സംഘാടകരെ ബേജാറാണ്. പക്ഷെ നമ്മളങ്ങനെ പറച്ചിലില്ല. ആ പൂച്ച ചുടുവെള്ളത്തിൽ ചാടിയാല് ആ പൂച്ചക്ക് പിന്നെ തണുത്ത വെള്ളം കണ്ടാലും ബേജാറായിരിക്കും. ഇവരാരോ പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും അതുപോലെ. ചിലര് നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ എവിടെ എത്തി നോക്കും. ഇതൊക്കെ നമുക്ക് അനുഭവമാണ്. നിങ്ങളിപ്പോ യഥാർത്ഥത്തിൽ എവിടെ എത്തിയാണ് ഉസ്താദേ? തമാശക്ക് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നമ്മള് കൃത്യം എത്ര സമയത്ത് തുടങ്ങാന്ന് ചോദിച്ചപ്പോ ഇൻഷാ അല്ലാ ഷാർപ്പ് ടൈം ഇത്ര ടൈമിൽ തുടങ്ങാമെന്ന്. അപ്പൊ ഈ സുഹൃത്തിനോടേക്കാണ് സൗദി സമയമല്ലല്ലോ എന്ന്. അത് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? അപ്പൊ നേരത്തെ ഒരാളങ്ങനെ വിളിച്ചപ്പോ അങ്ങനെ ആയിരുന്നു, 2 മണിക്കൂർ ലേറ്റായിരുന്നു. അതാണ് സൗദി സമയം ആവൂലല്ലോ എന്ന് ചോദിക്കാൻ കാരണം. സഹോദര, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറുതെ നുണറിയും. മലപ്പുറത്ത് കുന്നുമ്മ ബസ്സിൽ നിന്ന് അങ്ങനെ പറഞ്ഞപ്പോ കൊണ്ടോട്ടിയ എന്തിനാ നല്ലത്? തയ്ച്ചു പറയല്ലല്ലത്. ഇതൊക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ സഹോദര ചോദിക്കപ്പെടും. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്, കരുതരുത്. അമ്പിയാ മുർസലുകൾ വളരെയധികം ഈ വിഷയത്തിൽ പേടിച്ചതാണ്. ഓരോ കാര്യത്തിലും പേടിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ ഒരാളെ അടിച്ചല്ലോ. അടിച്ചത് കാര്യമാണ്, പക്ഷെ ആള് മരിച്ചു. അത് അള്ളാഹ് പുറത്തു കൊടുത്തതാണ്, അബദ്ധത്തിൽ സംഭവിച്ചതാ. പ്രവാചകൻ ആകുന്നതിന് മുമ്പാണ് അത് സംഭവിച്ചത്. എന്നിട്ട് പോലും നാളെ പരലോകത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ കരീമുള്ള അല്ലേ എന്നൊക്കെ പറയുമ്പോൾ മൂസാ നബി എന്താ പറയാ? ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ ബേജാറില്ല, ഞാനും മുമ്പ് ഒരാളെ ഒരു അടി അടിച്ചു, അയാൾ ജീവൻ പോയി, ആ കാര്യത്തിൽ പേടിയാണ്. അപ്പൊ നമ്മളൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്കി. അവരൊക്കെ എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണ്, എന്നിട്ട് പോലും അവർ ഇത്രമാത്രം പേടിച്ചു. അപ്പൊ ഉള്ള തരികടകൾ മുഴുവനും ഒപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ നിരന്തരം വരുന്ന നമ്മുടെ അവസ്ഥ ആലോചിക്കണം. അതുകൊണ്ട് പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങി നല്ല കാര്യങ്ങൾ കൂടുതൽ സജീവമായി ചെയ്ത് ജീവിതം നല്ല റാഹത്തുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള സൂറത്ത് എമ്മ സൂറത്താണ്. എമ്മ. ഡോക്ടർ ജർമ്മനസ് അബ്ദുൽ കരീം എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ കാരണം, അലം നജാലിൽ അർള മിഹാദ എന്ന് തുടങ്ങുന്ന ഏതാനും വചനങ്ങൾ സ്വപ്നത്തിലൂടെ ഒരാളിങ്ങനെ ഓതി കൊടുത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്തു നബ അല്ലെങ്കിൽ സൂറത്തു അമ്മ. അമ്മല്ല, ആ അല്ല, ഐനാണ്, അമ്മ. ഈ അമ്മ സൂറത്തിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റായ കുഞ്ഞാക്കാന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവ് നമ്മുടെ പഴമള്ളൂരുള്ള ഹംസ എന്ന സഹോദരന് ദിവസങ്ങൾക്കും മരണപ്പെട്ടു. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകിച്ച് ദുആ ചെയ്യാണ്. അതുപോലെ നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി ഭൂമിയും മറ്റുമൊക്കെ നൽകി ഒരുപാട് സഹകരിച്ച് മരണപ്പെട്ടു പോയ ബാപ്പു ഹാജിയുടെ ഭാര്യ ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ബർസഖി ആയ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആരക്കാണ്. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം നമ്മുടെ മദ്രസയിൽ ബുർദയും മാസാന്ത സ്വലാത്തും നടക്കും. അയ്യൂബ് സഖാഫി പങ്കെടുക്കും.
അത് വിജയിപ്പിക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് നമ്മുടെ കോയക്കുട്ടി ഉസ്താദ് സുഖമില്ലാതെ ആശുപത്രിയിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവരുടെ രോഗത്തിന് പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله لا إله إلا الله لا إله إلا الله أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. اللهم صل على محمد اللهم صل على محمد والآل كلهم وسلم. 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പാപങ്ങളൊക്കെ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സന്നദ്ധിയിൽ ഹാജരാക്കപ്പെടുന്നതിന് ഭയപ്പെടുന്ന സത്യവിശ്വാസികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ.